ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പിലാണ് പോകുന്നത്. ട്രിപ്പൊന്നൊന്നുമല്ല, നമ്മൾ സോഷ്യൽ സയൻസിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ആദ്യമേ കയറി ചെന്നത് ഡെക്കാവു പ്രിസൺ സെല്ലിലോട്ടാണ്. പിന്നെ ജർമ്മനിയിൽ തന്നെ പലതരത്തിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട്. പക്ഷെ ആദ്യത്തെ നാസി തടങ്കൽ പാളയമായിരുന്നു ഈ ഡെക്കാവു എന്ന് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലറിൻ്റെ ഡക്കാവു എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. ഇവിടെയാണ് പുള്ളിക്കാരൻ ജ്യൂസിനെ ബ്രേക്കിയമായിട്ടും, കാരണം നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ, ബ്രേക്കിയമായിട്ട് ക്രൂരതകൾ ഹിറ്റ്ലർ കാണിച്ചിരുന്ന ക്രൂരതയും ജ്യൂസിനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഡക്കാവു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ പറയാമെന്ന് വെച്ചാൽ ഒരുപാട് ജയിലിൻ്റെ അകത്ത് നമുക്കൊരു ഡാർക്ക്നെസ്, ഒരുതരം പേടിപ്പിക്കുന്നൊരവസ്ഥയാണ്. ഓരോ റൂമിലും ഓരോരുത്തരുടെ എക്സ്പീരിയൻസസൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസസ് അവർ എത്ര മൃഗീയമായിട്ടായിരുന്നു എന്നുള്ളത് ജർമ്മനിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഓരോ റൂംസിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസസ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചില റൂംസിൽ, എല്ലാ റൂംസിലും ഒന്നല്ല, ബട്ട് ചില റൂമുകളിൽ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. കോൾ ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലം, ഈ സ്ഥലത്തിൽ പണ്ട് ഈ പ്രിസൺസിനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1 മണിക്കൂർ രാവിലെ എന്താ പറയുക അസംബ്ലി ചെയ്തിട്ട്, രാവിലെ ആ വെതർ കണ്ടീഷൻ അനുസരിച്ച് ഒരു പണിഷ്മെൻ്റായിട്ട് രാവിലെ 1 മണിക്കൂറത്തേക്കിനും അവരെ ഇവിടെ പിടിച്ചു നിർത്തുമായിരുന്നു എന്നാണ് ഇതിൻ്റെ അകത്ത് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ആ പോസ്റ്റർ കാണുന്ന പോലെ അല്ല, ഇപ്പോൾ കുറേയൊക്കെ മാറി ഒരു ഗ്രൗണ്ട് മാതിരിയുണ്ട് ഇപ്പം. ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അകത്തുള്ള ചർച്ചാണ്. ഇവാഞ്ചലേഷൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചാണ് ഇവിടെ. ഇവർ പ്രൊട്ടസ്റ്റൻസ്, അതായത് കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അല്ലാണ്ട് ഇവർക്ക് വേണ്ട വർഷിപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ചർച്ചാണ് ഈ ഒരു കാര്യം. പോകുന്നതെന്ന് പറയുന്നത് ഇത് റഷ്യൻ ചാപ്പലാണ്. ഇത് 1994 ഇവിടെ മരിച്ചു പോയിട്ടുള്ള അത് റഷ്യൻ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിക്കപ്പെട്ട, അതായത് റഷ്യൻ ആർമിയുടെ ഫോഴ്സിൽ സ്ഥാപിക്കപ്പെട്ട ചാപ്പലിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ട്. ഇപ്പം മറ്റേ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാലും തീരത്തില്ല, കണ്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആ പ്രിസണിൻ്റെ കാര്യം കാണിച്ചു തന്നില്ലേ, പക്ഷേ ഓരോ പ്രിസണിൽ പോയി കഴിയുമ്പോഴേക്കും ഓരോരോ കഥകളാണ്. മെഡിക്കൽ റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. മെഡിക്കൽ റൂം, അതുപോലെ തന്നെ നമ്മുടെ ഓടിപ്പോയവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന റൂം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് കഥകളുള്ള ഒരു റൂംസ്. ഇനിയും നമുക്ക് കണ്ട് തീരാൻ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ക്ലോസ് ആവും, ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ക്രിമറ്റോറിയം. പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല, കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ 4:30 മുമ്പ് നിങ്ങളവിടെ എത്തേണ്ടതാണ്. ക്രിമറ്റോറിയം എന്ന് പറയുന്നത് പണ്ട് ഇവിടെയുള്ള ആൾക്കാരെ കുഴിച്ചു മൂടാൻ പറ്റാഞ്ഞിട്ട് ചുട്ടടിച്ച് കൊന്നുകൊണ്ടിരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ക്രിമറ്റോറിയം. അത് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഏകദേശം കാണിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയുക, നിങ്ങളുടെ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.